ഹായ്, നമ്മളെ തൊമ്മൻകുത്ത് വാട്ടർഫോൾസ് കാണാൻ വന്നതാണ്. നമ്മളിവിടെ തൊടുപുഴ എവിടെയാണ് നമ്മൾ പോയേ? തൊടുപുഴ ഇവിടെ അടുത്തൊരു സ്ഥലത്ത് ഞങ്ങൾ വന്നതാണ്. വന്നപ്പോൾ അവിടുന്ന് 13 കിലോമീറ്ററേ ഉള്ളൂ ഈ തൊമ്മൻകുത്ത് എന്ന് പറയുന്ന വെള്ളച്ചാട്ടത്തിൽ. തൊമ്മൻകുത്ത്, പിന്നെ ഒരു ആനയടിക്കുത്ത്, അങ്ങനെ 1-2 വെള്ളച്ചാട്ടം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് കാണാനായിട്ട് നമ്മൾ വന്നതാണ്. ഭീമയെ വലിയ വനത്തിനകത്ത്, ഇതിനകത്ത് ആനയോ കടുവയോ അങ്ങനെ വല്ലതും ഉണ്ടോ എന്നൊന്നും അറിയത്തില്ല. ഞാനും ജോജിയും തന്നെ ഉള്ളൂ. അപ്പം നമ്മളത് കാണാനായിട്ട് വന്നതാണ്. വന്ന് കുറച്ച് ദൂരം ഇങ്ങോട്ട് വന്നിട്ട് നമ്മളിവിടെ ഇരുന്നുകൊണ്ട് സംസാരിച്ചിട്ട് ഒരു ഇൻട്രോയൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പോകാമെന്ന് വിചാരിച്ചു. നല്ല ഉരുളൻ കല്ലുകൾ മാത്രമുള്ള ഒരു വഴി, നല്ല സ്മൂത്തായിട്ടുള്ള വഴിയൊന്നുമല്ല. പിന്നെ ഇവിടെ കയറുമ്പോഴത്തെ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ വെള്ളം അടിച്ചിട്ട് കയറാൻ പറ്റത്തില്ല. പിന്നെ ഒരു 40 രൂപ അഡൾട്ടിന്. കുട്ടികൾക്ക് എത്ര രൂപ? 20 നമ്മൾ രണ്ടും അഡൾട്ടായിട്ടാണ് കൂട്ടിയത്. അപ്പം 40 രൂപ ഒരാൾക്ക്. പിന്നെ വീഡിയോഗ്രാഫി, ഫോട്ടോഗ്രാഫി അതിനൊക്കെ വേറെ ഉണ്ടെന്ന് പറയുന്നു. ക്യാമറ വെച്ചിട്ടെടുക്കുന്നതിന് നമുക്കില്ല. പിന്നെ ട്രക്കിംഗ് ഒക്കെ ഉണ്ട്. ട്രക്കിങ് എവിടെ നിന്ന് അറേഞ്ച് ചെയ്യുന്നു നടത്തില്ല. നമ്മൾ ട്രക്കിങ്ങിനൊന്നും പോകുന്നില്ല. നമ്മൾ ജെയ്സൺ ജോലിക്ക് പോയതുകൊണ്ട് നമുക്ക് വേറെ കൂട്ടൊന്നുമില്ല. ഞാനും ജോജി മാത്രമാണ് ഞങ്ങളുടെ. അപ്പോൾ ഇത് ഇത്രയും അടുത്താണ്, വളരെ എളുപ്പമുള്ള സ്ഥലമാണ്. ഇത്രയും പെട്ടെന്ന് നമ്മൾ എത്തിച്ചേരും അങ്ങനെയൊന്നും വിചാരിച്ചില്ല. ഒന്നാമത്തെ കാര്യം നമുക്ക് വഴി അറിയത്തില്ല. അപ്പോൾ ഏതിലേലൊക്കെ കറങ്ങി തിരിഞ്ഞ് എത്തുമ്പോൾ 4-4:30 ആവും എന്നൊക്കെയാണ് വിചാരിച്ചത്. പക്ഷേ അത്രയൊന്നും ആയില്ല. നമ്മൾ പെട്ടെന്ന് ഇവിടെ എത്തിച്ചേർന്ന്. നല്ല വഴി, ഇടയ്ക്കൊരു ശൈലിച്ച വഴി, കുറച്ച് സ്ഥലങ്ങൾ, ഒരു 50 മീറ്റർ വഴിപണി ഉണ്ടെന്നേ ഉള്ളൂ. ബാക്കി മൊത്തത്തിൽ നോക്കിയാൽ നല്ല വഴി. അതുകൊണ്ട് പെട്ടെന്ന് ഇങ്ങ് എത്തി. അപ്പം വെയിലാണ്, വണ്ടി ഇടുന്നിടത്തെല്ലാം ഭയങ്കര വെയിലാണ്. പക്ഷേ ഇങ്ങോട്ട് കയറിയാൽ ഫുൾ വനമാണ്. അപ്പം എഴുന്നേറ്റേ നടന്ന് ഒരു കുപ്പി വെള്ളമൊക്കെ മേടിച്ചോട്ട് പോകുന്നു. അപ്പം നടന്ന് നമുക്ക് കാണാം. നോക്കി നടന്നില്ലാലുണ്ടല്ലോ, നിലത്ത് നോക്കി നടന്നില്ല. വീഡിയോ എടുക്കാനാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഫോണും നോക്കി വീഡിയോയും നോക്കി നടന്നാൽ ആ വായിലിരിക്കുന്ന 5-6 പല്ലങ്ങ് പോയി കിട്ടും. ഒരാശ്വാസം. വെള്ളം കുടിച്ച് മരത്തോട്ട് പോയി കിടന്നാലും പല്ലുപോവേ. ഞാൻ വെള്ളം ഒരിടത്ത് നിന്നിട്ടാണ് കുടിക്കുന്നത്. അല്ലാതെ പോകുന്ന വഴിക്കൊക്കെ നല്ല സ്ഥലങ്ങളാട്ടോ, നല്ല രസമാണ്. നമ്മൾ വലിയ ഈ അട്ടപ്പാടി അങ്ങനത്തെയൊക്കെ സ്ഥലത്ത് വനപ്രദേശത്തിനകത്തൂടെ പോകുന്ന പോലെ ഇരിക്കും കേട്ടോ. നല്ല ഭംഗിയുണ്ടെന്ന് പറഞ്ഞാൽ നല്ല പച്ചപ്പും നല്ല തണലും. ചൂടെന്ന് പറയുന്നൊരു സാധനമില്ല. നമ്മളൊക്കെ താമസിക്കുന്നിടത്ത് എന്തൊരു ചൂടാണ്. കാരണം മരം വെച്ച് പിടിപ്പിക്കണം എന്നൊക്കെ പറയുന്നു. കാട്ടുതീ തടയുക, വനത്തെയും വന്യജീവികളെയും സംരക്ഷിക്കുക. വന്യജീവി ഉണ്ടോ ഇതിനകത്ത്? നമ്മളെങ്ങനെ ഓടി രക്ഷപ്പെടും? വന്യജീവികൾ അങ്ങനെ വന്ന് വേറെ ആൾക്കാരെയൊന്നും കാണാനും ഇല്ല കേട്ടോ. അവിടുന്ന് 1-2 പിള്ളേരൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇവിടെ ഈ ഫോറസ്റ്റുകാർ താമസിക്കുന്ന ബിൽഡിങ്ങൊക്കെ ആണെന്ന് തോന്നുന്നു. ഇവിടെയൊക്കെ ബിൽഡിംഗ് ഉള്ളത് മുളയാണെന്ന് തോന്നും, പക്ഷേ കമ്പിയാണ് വേലി. ഞാനിങ്ങനെ ഇവിടെ നിന്ന് നോക്കിയപ്പോഴേ ഒരു പൊന്മാൻ അവിടെ കണ്ടോടാ. ഒരു കല്ലേൽ പൊന്മാൻ ഇരിക്കുന്നു. കാണാമോ? ഇതുണ്ടോ പൊന്മാൻ? എവിടെ? അയ്യോ, ആ മരത്തിരിക്കുന്നതിനെ കാണത്തില്ല അല്ലേ? കാരണം ഇപ്പം നമ്മൾ വിചാരിച്ചിട്ടേ നമുക്കിത്രയും ഇതിലൊക്കെ വീഡിയോ എടുക്കാൻ പറ്റൂ. ക്ഷമിക്കണം. ജെയ്സൺ എടുക്കുന്ന പെർഫെക്ഷൻ ഒന്നും ആരും പ്രതീക്ഷിക്കരുത് കേട്ടോ. ഇതാണ് ജോജിക്ക് സങ്കടം വന്ന് ഞാനത് പറഞ്ഞപ്പം. കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാൽ 2-3 പേര് അങ്ങോട്ട് പോകുന്നു, 3-4 പേര് അങ്ങോട്ട് പോകുന്നു. അത്രയൊക്കെ ഉള്ളൂ. വെയിലല്ലേ. അപ്പോൾ വെയിൽ വിചാരിച്ചിട്ട് എല്ലാവരും വെയിലൊക്കെ താഴാനായിട്ട് വെയിറ്റ് ചെയ്യുകയാണെന്ന് തോന്നുന്നു. ഇത് മറ്റേ ഈ പുളിച്ചൂലൊക്കെ ഉണ്ടാക്കുന്ന ഒരുപാട് സൈസ് മരങ്ങളുണ്ട് കേട്ടോ. എന്നാ മരങ്ങളൊന്നും ചോദിക്കരുത്. ഞാനിങ്ങനെ ഒരു സ്ഥലത്തൂടെയൊക്കെ ആദ്യമായിട്ടാണ്, കാട്ടിനകത്തൂടെ വന്ന വഴി മുഴുവൻ തേക്കിൻ്റെ കാടായിരുന്നു, തേക്കിൻ കാട്. നമ്മളിതിന്ന്
ഇവിടെ വന്നിട്ട് വീഡിയോ എടുക്കാനൊന്നും പ്ലാൻ ചെയ്തല്ലോ ഇവിടെ വന്നത്. ആണെങ്കിൽ ഞാൻ വേറെ ഇത് ഞാനൊരു ഓൾറെഡി ഒരു വീഡിയോയിൽ ഉടുത്ത സാരിയാണേ. അല്ലെങ്കിൽ ഞാൻ വേറൊരു സാരി കൊടുത്തിട്ട് വന്നത്. സാരിയല്ല, എന്നേലും ചുരിദാർ എന്നേലും ഇട്ട് വന്നിട്ട് തന്നെ ഇതിപ്പം സാരി പറഞ്ഞു പോവോ, ഞാൻ താഴെ വീഴുവോ എന്നൊക്കെ പേടിച്ചിട്ടാണ് ഞാൻ നടക്കുന്നത്. പിന്നെ ഇങ്ങനത്തെ കല്ലേ കൂടെ ഒക്കെ പോകുന്നതാണ് കേട്ടോ നല്ലത്. നല്ല കല്ല് അല്ലേ? ഇങ്ങനത്തെ കല്ലേ കൂടെ ഒക്കെ നടന്നു പോയി അത് ആ വെള്ളച്ചാട്ടം കാണുന്നതാണ് അതിൻ്റെ ഭംഗി. ഇതിപ്പോൾ ഒരു ടാറിങ് വഴിയാക്കിയാൽ ഒരു സുഖമില്ലല്ലോ, കാട്ടിനകമല്ലേ. ഇവിടുന്ന് വീണാൽ എങ്ങനെ ഇരിക്കും? വീണാൽ നല്ല ഭംഗിയായിരിക്കും. വീണാൽ പിന്നെ വീഴുന്ന ആളുടെ കാര്യം പ്രത്യേകിച്ചൊന്നും നോക്കാനില്ല. സൈഡ് കൂടെ മുഴുവൻ കമ്പി വെച്ചിട്ട് മുളയാണെന്ന് തോന്നുന്ന ടൈപ്പിൽ പെയിൻ്റ് അടിച്ചിട്ട് നല്ല വേലി തീർത്തിട്ടുണ്ട്. കാരണം കാട്ടിനകത്തോട്ട് ആരും ഇറങ്ങരുത്. ഒന്നാമത്തെ കാര്യം നമ്മുടെ ഇവിടുത്തെ ഇപ്പോഴത്തെ കുഴപ്പം എന്നാന്ന് ചോദിച്ചാൽ എവിടെ കാടും ഒരു കുറച്ച് ടൂറിസ്റ്റ് കേന്ദ്രമുണ്ടോ, ഒരു മരത്തിൻ്റെ മൂടുണ്ടോ, ഒരു കാടുണ്ടോ, അവിടെയെല്ലാം കപ്പിൾസ് പിള്ളേർ ഇങ്ങനെ കയറി നിറഞ്ഞിരിക്കും. അതുകൊണ്ട് ഒത്തിരി അപകടങ്ങളും ഉണ്ട്, ഒത്തിരി കുഴപ്പങ്ങളും ഉണ്ട്. അതുകൊണ്ടൊക്കെ ആയിരിക്കും എല്ലാവരും വേലി കെട്ടിയെല്ലാം സെപ്പറേറ്റ് ആക്കും. പുഴയിൽ ഇറങ്ങുന്നത് നിരോധിച്ചിരിക്കുന്നു എന്ന് പറയുന്നുണ്ട് കേട്ടോ. പുഴയിൽ ഇറങ്ങുന്നത് നിരോധിച്ചു. കാരണം അപകടം ഇവിടെ ഇതുവരെ 24 പേര് മരിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ്. എന്നെ പിടിക്കരുത്. ജോജി തന്നെ വെള്ളം അടിച്ചിട്ട് നടക്കും. അതെന്നാ പണിയാ ജോജി? ഞാൻ മാറ്റാൻ നോക്കിയാ മാറ്റണം. അമ്മേ, അയ്യോ അമ്മ അപ്പൻ ഇപ്പൊ നിലത്ത് കിടക്കും. അമ്മേ അടങ്ങി നിക്ക്. ഞാനാണ് അടങ്ങി നിൽക്കാത്തത്? അതെനിക്കറിയില്ലായിരുന്നു. ഇപ്പൊ ഒരു ആന വന്നാൽ എന്ത് ചെയ്യും? മറ്റേ മുകേഷ് മറ്റേ സിനിമ ചോദിക്കുന്ന പോലെ ഇപ്പൊ ഒരു ആന കുത്താൻ വന്നാൽ എന്ത് ചെയ്യും? ഞാനോടും. ഞാനോ? വരുന്നില്ല എന്ന് ചോദിച്ചാൽ ഇതൊക്കെ കാണി ഇവിടം വരെ ടിക്കറ്റ് കൊടുത്ത് കയറി വെച്ച് കാണാതെ പോകാനാണോ? കാണാനല്ലേ കയറിയ? പിന്നല്ലേ. അമ്മ എന്നാ അമ്മ കിതക്കുന്നേ? ഇത്രയും കയറിയപ്പോളെ നീ എന്തോരം കയറുള്ള? ജോജിക്ക് കിതക്കുന്നില്ല? ഇല്ല, എനിക്ക് കിതക്കുന്നുണ്ട്. പക്ഷെ ഇപ്പം ഇവിടെ വന്നപ്പോഴത്തേന് എന്നാ നിരന്ന വഴിയാണ്. അവിടെ ഇവിടെ ഓരോ കല്ലൊക്കെ ഉള്ളൂ. പക്ഷേ ഓരോ കല്ല് നല്ലതല്ല. ഓരോ കല്ലൊക്കെ ഉള്ളൂ. പക്ഷേ ഭയങ്കര, ഞാൻ എല്ലാ വീഡിയോയിലും പറയും ഭയങ്കര ഭംഗിയുള്ള സ്ഥലമാണ്. അതിൻ്റെ കാര്യം എന്താണെന്നറിയോ? എല്ലാം ഭയങ്കര ഭംഗിയാണ്. എല്ലാം ഭയങ്കര ഭംഗിയാണ്. നല്ല കല്ലൊക്കെ ഉള്ള സൂക്ഷിച്ചു കിടന്നാണ്. അതെന്നാന്ന് ചോദിച്ചാൽ ഞാൻ എങ്ങും ട്രിപ്പൊന്നും പോയിട്ടില്ല. ആകെ പോയിട്ടുള്ളത് ഈ യൂട്യൂബ് തുടങ്ങിക്കഴിഞ്ഞിട്ട് വീഡിയോ എടുക്കാൻ പോയിട്ടുള്ള സ്ഥലങ്ങൾ മാത്രമേ ഞാൻ യാത്ര പോയിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഏത് സ്ഥലം കണ്ടാലും ഭയങ്കര ഭംഗിയാണ്. ഇപ്പോൾ ഇത്രയും കാട്ടിൻ്റെ നടുക്കൂടെ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സൗന്ദര്യമാണ് കാടിൽ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇനി തിരിച്ചു പോകുമ്പം വേണം വെള്ളത്തിലൊന്നിറങ്ങാൻ. ഇപ്പം വെള്ളം കുറവാണ്. മഴക്കാലത്ത് വെള്ളത്തിൽ ഇറങ്ങരുതെന്ന് അവിടെ പ്രത്യേകം ബോർഡ് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പം നമുക്ക് എന്നാ പാദം മുങ്ങാവുന്ന എത്രയും വെള്ളമൊക്കെ ഉള്ളൂ. കാരണം നേരത്തെ എന്ന് പറയുമ്പം മഴക്കാലത്ത് മേളിൽ നിന്നൊക്കെ ഉരുൾ പൊട്ടി വരും, മലവെള്ളം വരും. അങ്ങനെ വെള്ളങ്ങൾ ഒരുപാട് വെള്ളം വരുന്നത് കൊണ്ട് ഇറങ്ങരുതെന്ന് അവർ പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട്. കാരണം ഇവിടെ ഓൾറെഡി 24 പേര് മരിച്ചിട്ടുണ്ട്. 25ാമത്തെ ആളാണ് നിങ്ങളാവരുതെന്ന് അവരവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇറങ്ങാൻ പറ്റില്ല. ഇപ്പം പക്ഷേ ഇറങ്ങാം. അവിടെ ഇറങ്ങുകയും കുളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. നല്ല തണുത്ത വെള്ളമായിരിക്കും. ഒന്ന് ഇറങ്ങി നോക്കണം. തിരിച്ച് വന്നിട്ട് വേണം. അവിടെ മുകളിൽ വെള്ളച്ചാട്ടം എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ വരുന്നത്. ജോജി ഇപ്പോൾ വീണേനെ കേട്ടോ. മുകളിൽ വെള്ളച്ചാട്ടം എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. പക്ഷേ മുകളിൽ എന്താണ് സംഭവം? റോഡ് ക്ലിയർ അല്ലേ, ചെരുപ്പ് വേറെ എവിടെയൊക്കെ കിടക്കുന്നു. ഇത് നമ്മൾ മാത്രമേ ഉള്ളൂ. ഒരു 2-3 പിള്ളേർ അങ്ങോട്ടും ഇങ്ങോട്ടും പോയതല്ലാതെ ഈ ഒരു വനത്തിനകത്ത് നമ്മൾ മാത്രമേ ഉള്ളൂ. നമ്മൾ മാത്രം. മറ്റേ എൻ്റെ തല എൻ്റെ ഫിഗർ എൻ്റെ തല എൻ്റെ ഫിഗർ എൻ്റെ അങ്ങനെ പറയുന്ന എന്ന് പറഞ്ഞ പോലെ എൻ്റെ മുഖം എൻ്റെ തല എൻ്റെ ഫിഗർ അത്രയും മാത്രമേ ഇതിനകത്തുള്ളൂ.
ഈ വനത്തിനകത്തിപ്പോൾ ഞാനേലും കൊള്ളാം. അവിടെ ഒരു ലേഡി ഇരിപ്പുണ്ട്, അവർ നോക്കുന്നുണ്ട്. എടുത്ത് മാറ്റിക്കോ, നിൻ്റെ കമ്പെടുത്ത് മാറ്റിക്കോ. എനിക്കിതേൽ എന്തായാലും കയറണം. ഇതേ കയറി കഴിഞ്ഞിട്ട് ഞാൻ അവിടെ പോയിട്ട് കയറിയിട്ട് വരാം. അതിൽ ക്രോസ് ചെയ്യാൻ പറ്റുമോ അമ്മേ? അതിൽ ക്രോസ് ചെയ്യാൻ പറ്റുമോ? അതിൽ ക്രോസ് ചെയ്യാനൊക്കെ പറ്റും. പക്ഷെ ഞാൻ നോക്കട്ടെ, ഇതേ കയറി നോക്കട്ടെ. എനിക്ക് ഇതേലെ മരിച്ചാലൊന്നും അതും മരമല്ലേ? അമ്മേ ഒറ്റ ചാട്ടം ചടിച്ചു. ഒറ്റ ചാട്ടമല്ല, അവിടം വരെ പോയിട്ട് വാ, ഞാൻ ചെരുപ്പെടുത്ത് അങ്ങോട്ട് അറിയാം. ശരിക്കും അറിയണ്ട. ശരിക്കില്ലാതെ പോയിട്ടൊന്നും ഇത് കൊള്ളാട്ടോ. വെള്ളം ഉള്ളപ്പം വന്നാൽ ഇതേ കയറാൻ പറ്റത്തില്ലായിരുന്നു. കിട്ടുന്നുണ്ടോടാ? നീ കയറുന്നുണ്ടോ? ഇല്ല, വീണു. ഇത് ഒടിഞ്ഞു വീണല്ലേ? ഇത് ഒടിയുമോ? ഞാൻ കയറി വന്നിട്ട് തള്ളിയിടട്ടെ അങ്ങോട്ട്? ഞാൻ കയറി വന്നിട്ട് തള്ളിയിടട്ടെ എന്ന്? നിനക്ക് കയറണോ? വേണ്ട, കയറിക്കോടാ, നല്ല രസമുണ്ട്. കുറച്ചുകൂടെ ഹൈറ്റ് വേണമായിരുന്നു. ഹൈറ്റ് ഇല്ല. ഇതിന് ഹൈറ്റില്ലേ? ഇതിനെന്നാ ഹൈറ്റ്? വെള്ളമായിട്ട് 1 മീറ്റർ താഴെ ഇല്ല. വെള്ളമായിട്ട് 1 മീറ്ററിന് പോലും ഇടയില്ലെന്ന്. മടുത്ത് വന്നിരിക്കുക. മരത്തേലൊക്കെ കയറിയിട്ട് മടുത്തു. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കല്ലിൻ്റെ തടിയുടെയൊക്കെ ബെഞ്ച് പോലെ ഇരിക്കാൻ നല്ല സൗകര്യം. ഇതേലുണ്ടല്ലോ, കറിക്ക് വേണേലും ഇറയ്ക്കാം. അത്ര നല്ല കല്ല്, നല്ല സൂപ്പർ കല്ല്. ഇതിൽ നേരത്തിൽ ഇങ്ങനെ ഇരിക്കാൻ പറ്റും. ഞാനിപ്പോൾ ഈ വഴിയെല്ലാം നടന്ന് വന്ന് മുളയുടെ ഒരു പാലത്തെ കയറി നിൽക്കുകയാണ്. ഇതൊരു മുള കൊണ്ടുണ്ടാക്കിയ ഒരു പാലമാണ്. ഇത് മഴക്കാലത്ത് കാട്ടിൽ ചോലകൾ വരുമല്ലോ, അങ്ങനെ വേറെ മഴ വെള്ളം തോട് പോലത്തെ സാധനങ്ങളുണ്ട്. അത് ഈ മലയിൽ നിന്ന് വെള്ളം ഒഴുകി വരുന്നത് ഇതിനടിയിൽ കൂടെയാണ് പോകുന്നതെന്ന് തോന്നുന്നു. ഇതിനടിയിൽ കൂടെ ആ തോടല്ല, ഇത് ആറായിരിക്കും, അതിനകത്തോട്ട് പോകും. അപ്പം അന്ന് ആ സമയത്ത് ഇവിടം കടക്കുന്നത് ഈ പാലത്തെ കൂടാണെന്ന് തോന്നുന്നു. അല്ലേ, ഇതൊരു നല്ലൊരു വെള്ളമൊഴുക്കിൻ്റെ ചാല് പോലെ തോന്നില്ലേ? അതാണ് സാധനം. അപ്പോൾ അതേ കയറി നിൽക്കുകയാണ് ഞാൻ. പക്ഷേ ചാടരുത് കേട്ടോ, എനിക്ക് പേടില്ല. ഇപ്പം നമ്മൾ ഈ മുളയുടെ പാലം ഉണ്ടല്ലോ, അതിൻ്റെ മേളിലായിട്ടൊരു സെക്യൂരിറ്റി ഉണ്ട്. പുള്ളിക്കാരൻ അവിടെ 5 മണി വരെ ഉള്ളൂ. ആ പുള്ളിക്കാരൻ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഇറങ്ങി പോകുന്ന സമയത്ത് ഇവിടെയുള്ള എല്ലാ ആൾക്കാരെയും തിരിച്ച് ഇറക്കിയിട്ടാണ് പോകുന്നത്. അപ്പോൾ അതുവരെ നമുക്കിവിടെ കാണാനും ഇങ്ങോട്ട് കയറാനും ഉള്ള അനുവാദമുള്ളൂ. അപ്പം നമ്മളിപ്പോൾ വന്നപ്പം നമ്മൾ അന്നേരം വെയിൽ കണ്ടപ്പം വിചാരിച്ചു നമ്മൾ നേരത്തെ ആണല്ലോ എന്ന്. പക്ഷേ നേരത്തെ ഒന്നുമല്ല, നമുക്കിനി 20 മിനിറ്റും കൂടിയേ ഉള്ളൂ ഇവിടെ സ്പെൻഡ് ചെയ്യാൻ. ഇതിനിടയ്ക്ക് മുകളിലോട്ട് കുറേ ദൂരം പോകണം. 250 മീറ്ററോളം മുകളിലോട്ട് പോകാനുണ്ടെന്നാണ് പറഞ്ഞത്. ഞാൻ അത്രയൊന്നും പോകുന്നില്ല, കാരണം വലിയ വെള്ളമൊന്നുമില്ല, വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞിട്ട് കാണാനൊന്നുമില്ല. അപ്പോൾ ഒരു 50 മീറ്ററൂടെ പോയി കുറച്ച് സ്ഥലങ്ങളൊക്കെ കണ്ടിട്ട് തിരിച്ച് വന്നിട്ട് അവിടെ ആ ഒരു പരന്ന ആ ചേട്ടന്മാർ കുളിച്ചില്ലേ, അതിൻ്റെ മുകളിലൊരു ഇറങ്ങാവുന്ന സ്ഥലമുണ്ട്. എനിക്ക് അവിടെ ഒന്ന് ഇറങ്ങിയിട്ടും കൂടെ വേണം ഇപ്പോൾ. കാലൊക്കെ ഒന്നും നനച്ചില്ലേ, ഇത്രയും വെള്ളം കണ്ടിട്ട് കാല് നനച്ചില്ലെങ്കിൽ ഒരു സുഖമില്ല. 5 മണിയാകുമ്പോൾ അപ്പം രാവിലെ തൊട്ടേപ്പം വന്നാലും പോകാം. ഇവിടുന്ന് സെക്യൂരിറ്റി ആയിട്ട് കൊണ്ടുപോവുക. ഇവിടുന്ന് 5 മണിയാകുമ്പോൾ നമ്മൾ ഇറങ്ങണം അല്ലേ? ആ, അതിലേ ഇറങ്ങാവോ?
എങ്ങാനും നടക്കുവോ? നോക്കി നിൽക്കാനല്ലേ കേറ്. ഇതെന്താ കാണി നീ കയറി കാണിക്കാൻ വന്നതാ? ഞാൻ വേണം ഈസി ആയിട്ട് കയറും. നീ ഈസി ആയിട്ട് കേറ്. ഞാൻ സാരി ആയതുകൊണ്ടല്ല ഞാൻ പിടിച്ചാട് എന്തിടാം. ഈ സൈഡിലോട്ടുണ്ട്. ഈ സൈഡിലോട്ട് ഞാൻ ആ കല്ലേക്ക് അങ്ങോട്ട് പോകാന്ന് വിചാരിച്ചിട്ടായിരുന്നു. ഇതിൽ ഇറങ്ങിപ്പോ മീനുണ്ട്. കാലിട്ടിരുന്ന് നോക്കിയേ, കാലിട്ടിരുന്ന് നോക്കിയേ, മീൻ കടിക്കൂല നോക്കാം. ഇപ്പോഴുണ്ടല്ലോ ഇതിനകത്തേ ഞാനിപ്പോ മുഖം കഴുകുവാണ്. അവന്മാർ അവിടെ വീഡിയോ എടുക്കുമല്ലോ. പറഞ്ഞു ആ മേളിൽ പോയിട്ട് വെള്ളത്തിൽ ചാടിനോട്ട് ചാടണം. ഇപ്പൊ പെട്ടെന്ന് ഇവിടെ വരും. കാര്യം നനയാതിരിക്കാൻ കഷ്ടപ്പെട്ടതാണ്. ഇവിടെ എല്ലാം പായല കേട്ടോ. ഇവിടെ ജോലി കുളിക്കുന്നതാണ് ഈ വെള്ളത്തിൽ ഇത്രയും പൊക്കത്തില്. ഓ എടാ എന്നെ തണുപ്പൊന്നോ ദേഹം തണുക്കുന്നു. പിന്നെ ഞാൻ കാല് വീട്ടിൽ നിന്ന് വീടല്ലേ വന്നേ. വീട്ടിൽ നിന്ന് കാല് കഴിക്കാൻ ഇവിടെ കാല് കഴുകുന്നതിൻ്റെ സുഖം. വെള്ളം കാണുമ്പോൾ അറിഞ്ഞ് കാല് കഴുകുന്നതിൻ്റെ സുഖം കിട്ടുമോ? വീട്ടിൽ നിന്ന് കാല് കഴിക്കാൻ. എടാ നനഞ്ഞ എന്നെ വണ്ടിയിൽ കയറ്റുമോ? ഇല്ല ഇല്ല. അപ്പൊ ആരോടിക്കും? ഞങ്ങൾ ബസ്സിന് പോകും. സാരി എടുത്തോണ്ട് ഇവിടെ വരാൻ പാടില്ല. അങ്ങനെ ഒരു കാര്യം ഞാൻ പിന്നെന്തിനും ഇങ്ങോട്ട് വന്നു? എടാ ഒരു ബട്ടർഫ്ലൈ നല്ല കളർ കണ്ടോടാ. ഓ എല്ലാം വലിയ ബട്ടർഫ്ലൈ ആണ്. കാട്ടിനകത്തൊക്കെ മാത്രം കാണുന്നുള്ളൂ. അതിന് എടാ അതിൻ്റെ അടുത്ത് വന്നൊരു വീഡിയോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല കളറല്ലേ. ആ എന്നാ സൗന്ദര്യം. കാട്ടിലെ ഐശ്വര്യറായി എന്ന് തോന്നുന്നു. അവിടെ ആ പാറയിലും കൂടെ ഒന്ന് കയറണം. ഞാൻ പോകാൻ തിരിച്ചു പോകാൻ കയറിയതാണേ. എന്നിട്ട് ആ പാറയിലും കൂടെ ഒന്ന് കയറണം. ഇത് ഭയങ്കര ആണ്. നോക്കട്ടെ പറ്റുമോ ഇല്ലയോന്ന് അറിയില്ല. ഇനിയിപ്പോ ചെരുപ്പിന് കുറ്റം പറഞ്ഞാൽ മതി. പറ്റുമെങ്കിലേ കയറാവുള്ളൂ. അയ്യോ വലിയ പൊക്കം കേട്ടോ ജോജി.
എനിക്ക് പേടിയാ അത് കണ്ടിട്ട്. എനിക്ക് ഫോട്ടോ എടുത്തില്ല. അവിടെ നിൽക്ക, ഇങ്ങോട്ട് വേണം. എടാ ഇങ്ങോട്ട് ഇറങ്ങടാ. ഇല്ല, ഫോട്ടോ എടുക്കാവേ. അങ്ങനെ ഇതിലേ ഇറങ്ങണ, അതിലേ ഇറങ്ങണ, ഇതിലേ തന്നെ ഇറങ്ങാം. ഈശ്വര, സമയം കഴിയാറായി കേട്ടോ. അല്ലെങ്കിൽ അയ്യോ, ഞാൻ ഇത്രയും വിചാരിച്ചില്ല. വെയിൽ ആ വണ്ടി ഇടുന്നിടത്ത് മാത്രമുള്ളായിരുന്നു. അകത്തോട്ട് പോകുന്നിടത്തൊന്നും വെയിലൊന്നുമില്ല. നമുക്ക് നല്ല ഒന്നാന്തരമായിട്ട് നല്ല തണുത്ത വെള്ളത്തിൽ വേറൊരു ഡ്രസ്സ് കൂടെ ഉണ്ടായിരുന്നെ കുളിക്കുകയും ചെയ്യായിരുന്നു. ഏതിലേ പോകണം? ഇതിലേ പോകാം. സാരിയൊക്കെ മുഴുവൻ നനഞ്ഞ ചെള്ളയൊക്കെ ആയി കേട്ടോ. ആ മണ്ണും പാറയിലെ ചെളിയൊക്കെ ആയി. പക്ഷെ എന്തായാലും എന്നാലും നല്ലൊരു ദിവസം പോകാം. നല്ല വേർത്ത് കുളിച്ച് ഒരു പരുവായി. അത് പാറയിൽ കയറിയിട്ടാണ് കേട്ടോ. അതിലെ കൂടെ കയറി നമ്മൾ നടന്നിട്ടാണ്. അല്ലെങ്കിൽ ഒരു കുഴപ്പമില്ലായിരുന്നു. ഇന്ന് നമുക്ക് അവിടെ പോയിട്ട് കാലൊക്കെ കഴുകിയിട്ട് പോകാം. ആ ചേട്ടന്മാരെല്ലാം കയറിപ്പോയി. നമുക്ക് അവിടെ ഒന്ന് ഇറങ്ങാൻ പാ. ഇതിലെങ്ങാണ്ടാണോടാ നമ്മൾ വന്നേ? ഏതിൽ? കാട്ടിക്കൂടെയൊക്കെ കയറി ഞാൻ ഫുള്ള് അർമാദിച്ച് നടക്കുകയാണ്. എന്ന് പറഞ്ഞാൽ കാട്ടിക്കൂടെ എല്ലാം കയറി കണ്ട പള്ളയിൽ വണ്ടി ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. ഈ കോലത്തിൽ കയറി അങ്ങ് ഇരിക്കും. പക്ഷേ ഇനി നമ്മൾ ഉച്ചയ്ക്കൊന്നും കഴിച്ചിട്ടില്ല. അപ്പൊ കഴിക്കാൻ കയറണമെങ്കിൽ ഈ കോലത്തിൽ കടയിൽ കയറ്റുമെന്നറിയില്ല. നിന്റെ ഫുഡ് ഗോപിക വസന്തം. പക്ഷേ അയ്യോ അയ്യോ അയ്യോ, ക്യാമറാമാൻ വെള്ളത്തിൽ കൂടെ പാറയിൽ കൂടെ ഇറങ്ങി കയറി മടുത്തു. ക്യാമറാമാന് തടിയൊട്ടും ഇല്ലാത്തത് കൊണ്ടല്ലേടാ? തടിയുണ്ടോ? അതുകൊണ്ട് അതിന്റെ ചെരുപ്പിനകത്ത് എന്തൊക്കെയോ കയറിയിടാം. ഇറങ്ങാൻ പോവാം. ഇനി നമുക്ക് ഒരു ദിവസം ഇല്ല, വേറെ ഡ്രസ്സ് എടുത്തിട്ടില്ല. ഡ്രസ്സ് എടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാടിയേനെ. വേണ്ട, നമുക്ക് പോകാം. സമയം പോയി, സന്ധ്യ ചെയ്താ. അങ്ങോട്ട് പോയപ്പോഴേ കയറാൻ പറ്റാത്തൊരു സ്ഥലം. കയറാനല്ല, ഇത് എടുക്കാൻ പറ്റിയില്ല വീഡിയോ. ആ സമയത്ത് വേറെ എന്തോ നോക്കിപ്പോയി. ഇതുണ്ടോ ഇപ്പം നമ്മളെന്നാന്ന് വെച്ചാൽ ധൃതി വെച്ച് പോകുന്നതെന്നാണോ, പെട്ടെന്ന് ഇവിടുത്തെ അന്തരീക്ഷം മാറി ഇരുട്ടായിട്ട് മഴ തുള്ളിയിടാൻ തുടങ്ങി. ഇനി എങ്ങാനും വലിയ മഴ പെയ്താൽ നമ്മുടെ വേറെ ഡ്രസ്സൊന്നുമില്ല, നനഞ്ഞ് വീട്ടിൽ വരെ പോകേണ്ടി വരും. അതുകൊണ്ട് നമ്മൾ എല്ലാം പരിപാടി നിർത്തി പോകാന്ന് വെച്ചു. ഇതുണ്ടോ നല്ല ദിവസം മഴയൊക്കെ പെയ്താൽ കയറുന്ന ചിലപ്പോൾ നനയത്തില്ലായിരിക്കും. ആ, മഞ്ഞുമൽ ബോയ്സ് ആണ്. ഉണ്ടോ? ഈ പാറ ഇങ്ങോട്ടെങ്ങാനും ചെരിഞ്ഞാൽ ഞാൻ ഇതിനകത്തിരുന്നു മറ്റേ അട പോലെ ആയിപ്പോ. നല്ല രസമുണ്ടല്ലോടാ. ഇതിന് വീട് മുമ്പേ കയറി നിൽക്കണം എന്ന് വിചാരിച്ചു. വെയിലൊക്കെ ആണെങ്കിൽ കയറി നിൽക്കാം. പക്ഷെ ഇവിടെ അങ്ങനെ വെയിലൊന്നുമില്ല. ഇപ്പൊ 5:10 ഇപ്പൊ ഇവിടെ നിന്നുള്ളവരെല്ലാം ഇറക്കും. അത് വിചാരിച്ചിട്ട് നമ്മൾ നേരത്തെ പോവാണ്. അപ്പൊ ഞാനും ജോജിയും കൂടെ ഇന്ന് വീട്ടിലിരുന്ന ഒരു ദിവസം ഞങ്ങൾ വെറുതെ തൊടുപുഴയ്ക്ക് ഇറങ്ങി. തൊടുപുഴയിൽ നിന്ന് ഇവിടെ വന്നു. അങ്ങനെ നമ്മുടെ ഒരു വൈകുന്നേരം എന്നെ പിടിച്ചോണ്ട് നടക്കുന്ന വീണ രണ്ടുപേരും വീഴത്തില്ല. ഇതാകുമ്പോ നിനക്ക് ഒറ്റയ്ക്ക് വീണാ പോരെ. അയ്യോ, നല്ല രസമുണ്ട് കേട്ടോ. എന്ന് വെച്ചാ പക്ഷെ പാവാടയുടെ അടിവശം ഇത്രയും മണ്ണോ? ഇത് നോക്കിയാൽ വീട്ടിൽ കയറാൻ കൊള്ളില്ല. ഇതുണ്ടോ അത്രയ്ക്ക് ചെടിയായി. അതെന്നാ വെച്ചാല് മൊത്തം ചെടിയായി. വെള്ളത്തിലിറങ്ങിയതാ. ഇവിടെയൊക്കെ വന്നിട്ടുണ്ടല്ലോ. നേരെ പിടിയടാ നമ്മളെ. ഇതാ ഞാൻ പിടിക്കാം. ഇനി ഇവിടെയൊക്കെ വന്നിട്ടേ നമ്മള് വെള്ളത്തിലൊക്കെ ഇറങ്ങാതെ പോയാൽ ഭയങ്കര നഷ്ടമാണ്. നല്ല ഫ്രിഡ്ജിലെ വെള്ളത്തിൻ്റെ തണുപ്പ്. അത്ര തണുപ്പുള്ള വെള്ളവും. ഇവിടുത്തെ ഒരു കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ എൻ്റെ ഫോണ് ഇച്ചിരി തെളിഞ്ഞ ഫോണായിട്ടോ. ജെയ്സന്റെ ഫോണിലാണെങ്കിൽ കറക്റ്റ് ഇതിന്റെ ഇരുട്ട് നമുക്ക് മനസ്സിലാവും. വലിയ ഇരുട്ടായി. ഇരുട്ട് കൂടി അല്ലേ ജോജി? നമ്മുടെ ക്യാമറമാന്റെ ഇത് ഫിൽറ്റർ ഉണ്ടെന്ന് തോന്നുന്നു. എനിക്ക് ഫിൽറ്റർ ഒന്നും വേണ്ട. ഇവരെന്നെ എപ്പോഴും ഇങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കും. ഫിൽറ്റർ ഉണ്ട്. എൻ്റെ മുഖത്ത് ഫിൽറ്റർ ഒന്നുമില്ല.
മേക്കപ്പ് ഉള്ളല്ലേ. ക്യാമറാമാൻ്റെ കണ്ണ് ഭയങ്കരമായിട്ട് അല്ല, ക്യാമറാമാൻ്റെ കൈ ഭയങ്കരമായിട്ട് കഴിച്ചു. ക്യാമറാമാൻ്റെ കൈ കഴിച്ചു എന്ന് ഞാൻ പറഞ്ഞാണ്, ക്യാമറാമാൻ്റെ കണ്ണ് കഴിച്ചു എന്നേ. അങ്ങനെ ക്യാമറാമാൻ വീഡിയോ എടുത്ത് മടുത്തത് കൊണ്ട് ഞാൻ മേടിച്ചു പിടിച്ചു. എനിക്കിവിടെ ഇനി ഒരു പരന്ന സ്ഥലമുണ്ട്, നല്ല രസമുള്ളൊരു സ്ഥലമുണ്ട്. അവിടെയും കൂടെ ഇറങ്ങി ഒന്ന് ചില നേരം ഇരിക്കാതെ പോകാൻ പറ്റത്തില്ല. അപ്പോൾ അതോടെ ഞാൻ വീഡിയോ എടുത്ത് ഇടുന്നതായിരിക്കും. ഇപ്പോഴത്തെ ഞങ്ങൾ ഇന്നാളത്തെ പാളിപ്പോയ വ്ളോഗിനകത്തെ പോലെയാണ് അവസ്ഥ. എന്ന് വെച്ചാൽ നമ്മുടെ കണ്ണൊന്നും പോകുന്ന സ്ഥലം കറക്റ്റ് ശരിയായിരിക്കണം എന്നില്ല. കാരണം ക്യാമറ ഇവിടെ എന്ന് പറഞ്ഞിട്ട് ഇത്ര നാളെ ജെയ്സൺ കറക്റ്റായിട്ട് എടുത്തോണ്ടിരുന്നല്ലോ. അപ്പം ഞാൻ എടുക്കുമ്പം എനിക്കെപ്പോഴും ഞാൻ എന്നെ നോക്കും, അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും പോകും, അതുകൊണ്ട് നടക്കൂല. അപ്പോൾ നമ്മൾ ഇവിടെ ഇതുണ്ടോ ആ സ്ഥലം, ഞാൻ പറഞ്ഞ സ്ഥലം എത്തി. ഈ ഒരു സ്ഥലത്തും കൂടെ എനിക്കൊന്ന് ഇറങ്ങണം എന്ന് ഭയങ്കര ആഗ്രഹമാണ്. നല്ല രസമുള്ള സ്ഥലമാണ്, ഭയങ്കര ഭംഗിയുള്ള സ്ഥലം. ഒരുപാട് ആഴമൊന്നുമില്ല. മഴയത്തൊക്കെ വന്നാൽ ഇവിടെ ഒന്നും ഇറങ്ങാനൊന്നും പറ്റത്തില്ല. ഇതിലെ സൈഡിൽ കൂടെ കണ്ട് കേട്ട് പോകാനേ പറ്റുള്ളൂ. അപ്പം ഞാനിവിടെ നിന്ന് ഇറങ്ങട്ടെ. ഇറങ്ങി വാ ജോജി, നമുക്കിവിടെ നിന്ന് ഇറങ്ങി കൈയും കാലും ഒക്കെ കഴുകി ഇവിടം വരെ പറ്റിയ ചെളിയെല്ലാം സാരിയിലെ അത് കളഞ്ഞിട്ട് പോവാം. അവിടെ ചെല്ലുമ്പം വേറെ ഇവിടുന്ന് അങ്ങോട്ടുള്ള ചെളി വേറെ പറ്റിക്കാം. അതെ, അത് ബാക്ക് ക്യാമറ ഇട്ട് വേണേ എടുത്തു. നീ ഇറങ്ങുന്നില്ലേ? ഇതല്ലേടാ സ്ഥലം? യെസ്. അയ്യോ, ഷൂ നനച്ചു പോയി. ഹായ്. അയ്യോ, തെന്നലുണ്ട് കേട്ടോ ഇവിടെ. ഇതിന് താഴെവശത്താണ് ചേട്ടന്മാർ കുളിക്കുന്നത് കണ്ടേ. ഇനി മേളിലും ആൾക്കാർ കിടന്ന് കുളിക്കുന്നുണ്ട്. എല്ലാരും ഇപ്പിടിപ്പിടായിട്ട് ഇറക്കും. ഞാൻ മോഹം കഴുകാൻ വിചാരിക്കുമായിരുന്നു. അപ്പൊ മേളിൽ അവരൊക്കെ കുളിക്കുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ചു ഞാൻ കഴുകിയില്ല. ഈ മരത്തേന്നുള്ള എന്തെങ്കിലും കാ വീഴുന്ന ഒച്ചയാണോ എന്ന് എനിക്കറിയില്ല. കിണി അവിടെ പക്ഷെ മേളിൽ വീണത് വെള്ളം തന്നെയായിരുന്നു. ഇവിടെ വീഴുന്ന ഒച്ച കേൾക്കുമ്പം ഈ കുഞ്ഞ് മഴത്തുള്ളി വീഴുന്ന പോലത്തെ ഒച്ച കേൾക്കും. അയ്യോ, ഒന്നും വേണ്ടായിരുന്നു, മേളിലോട്ടൊന്നും കയറി പോണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ഇരുന്നാൽ മതിയായിരുന്നു. നല്ല തണുത്ത്. മഴയാണോ? ആണല്ലേ? എന്നാ വരുക. നനഞ്ഞു അത്യാവശ്യം. പക്ഷെ ജെയ്സനെ കൊണ്ടുവരേണ്ടതായിരുന്നു. ജെയ്സ മിസ് യു ജെയ്സ, മിസ് യു. ചെറുപ്പം സന്ധ്യയായി. ഇപ്പൊ എന്റെ ഫോണിന്റെ വെട്ടമാണ് കേട്ടോ ഇപ്പൊ കാണുന്നത്. അല്ലാതെ ഇപ്പൊ ഇവിടുത്തെ അന്തരീക്ഷത്തിന് കുറച്ചും കൂടി ഇരുട്ടാണ് കേട്ടോ. എന്റെ ഷൂവിനകത്തെല്ലാം മണ്ണ് കയറിയ ഞാൻ ഒന്ന് കഴുകട്ടെ. ആ വെളിയിൽ നിന്നിട്ട് ആ കൗണ്ടർ ഒന്ന് വീഡിയോ എടുത്ത് വെച്ചേക്കണേ. കേറാം. അതെ, ഒരു സൈസ് പൂഴിമണ്ണാണ്. ഇനി പാവാട പൊക്കി പിടിച്ചു പോയില്ലെങ്കിൽ അങ്ങോട്ടുള്ള മണ്ണ് പറ്റിക്കാൻ പറ്റത്തുള്ളൂ. മണ്ണ് പറ്റിക്കുന്നില്ല ഇനി മണ്ണ് പറ്റിച്ചാൽ ശരിയാകത്തില്ല. വണ്ടിക്കകത്ത് മുഴുവൻ മണ്ണാവും. ക്യാമറയുടെ കളി വീഴില്ല, എങ്ങോട്ടേലും വീഴും. ഫ്രണ്ടിൽ പോടാ, ഫ്രണ്ടിൽ പോ. അതന്നെ, ഇന്നത്തെ കലാപരിപാടികൾ അവസാനിച്ചിരിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. അതൊക്കെ ഉള്ളത് അതിൻ്റെ കൂടെ. അപ്പൊ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരണം കേട്ടോ. നല്ല സ്റ്റെപ്പൊക്കെ കെട്ടിയിട്ടുണ്ട്, പക്ഷെ ഇറങ്ങാൻ പറ്റത്തില്ല. ഇവിടെ പൂട്ടി വെച്ചേക്കുവാ. എനിക്ക് തോന്നുന്നു ഇവിടെയൊക്കെ ആരെങ്കിലും ഇതിന് മരിച്ചിട്ടൊക്കെ ഉണ്ടായിരിക്കും, അതുകൊണ്ടായിരിക്കും. ഞാനിവിടെ വന്നിട്ട് എല്ലാം അവിടെ നിന്ന് കാല് കഴുകിയിട്ട് വന്നപ്പോൾ ചെള്ളയായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഇവിടെ വന്നിട്ട് ഒന്നുകൂടെ കാല് കഴുകാമെന്ന് വിചാരിച്ചതാ. നടവൊന്നുമില്ല. പോകാം. അതെ, നമ്മൾ പോവാണേ. അതെ,
ടിക്കറ്റ് എടുക്കുന്ന ആദ്യം കേട്ടോ.